25 രൂപയ്ക്ക് ഊണ് ലഭിക്കുന്ന 1000 ഹോട്ടലുകൾ തുറക്കുമെന്ന ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പ്രഖ്യാപനത്തെ പരിഹാസത്തോടെ തള്ളിക്കളഞ്ഞവരാണ് കേരളത്തിലെ പ്രതിപക്ഷം. ഊണിന് മീൻ ഉണ്ടാകുമോ എന്നതായിരുന്നു ചിലരുടെ സംശയം. പദ്ധതി നല്ലത് തന്നെ, പക്ഷേ എത്ര നാൾ സർക്കാരിന് ഇത് കൊണ്ടുപോകാനാകും എന്ന് തുടങ്ങി വിമർശനങ്ങൾ നിരവധിയുണ്ടായി. സാധ്യമാകില്ലെന്നും അഥവാ തുടങ്ങിയാൽ തന്നെ തുടരാനാകില്ലെന്നും പറഞ്ഞവർക്ക് നിലപാട് തിരുത്താം. ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഇന്ന് 25 രൂപയ്ക്ക് ഊണ് ലഭിക്കുന്ന 883 ഹോട്ടലുകൾ കേരളത്തിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. കൃത്യമായ കണക്കുകൾ പ്രകാരം 1.93 കോടി ഊണ് ജനകീയ ഹോട്ടലുകൾ വഴി ഇതിനകം വിതരണം ചെയ്തു കഴിഞ്ഞു. 7 ലക്ഷത്തിലധികം ഭക്ഷണ പൊതികൾ അശരണർക്കും അഗതികൾക്കും സൌജന്യമായി എത്തിച്ചു നൽകി. സ്വകാര്യ ഹോട്ടലുകളിൽ 70 രൂപ മുതൽ 150 രൂപ വരെ ഊണിന് ഈടാക്കുന്നതിനിടെയാണ് ഇടത് സർക്കാർ ഈ ജനകീയ തീരുമാനം ഏറ്റെടുത്ത് നടത്തിക്കാണിച്ചത്. പണമില്ലാത്തതിന്റെ പേരിൽ ഈ നാട്ടിൽ ഒരാളും വിശന്നിരിക്കില്ല. കോവിഡ് മഹാമാരി കാലത്ത് തൊഴിലും സ്ഥിരവരുമാനവുമില്ലാത്ത ആയിരങ്ങൾക്കാണ് ജനകീയ ഹോട്ടൽ താങ്ങേകിയത്. ഈ കുറഞ്ഞ കാലയളവിൽ ഇത്രയധികം ആവശ്യക്കാരുണ്ടായത് സാധാരണക്കാരെ ഈ സംരംഭം എത്രമാത്രം സ്വാധീനിച്ചു എന്നതിനു കൂടിയുള്ള തെളിവാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജനകീയ ഹോട്ടലുകൾ വഴി 4000-ഓളം സ്ത്രീകൾക്ക് തൊഴിൽ ലഭ്യമായി. ഇടതുപക്ഷത്തിന് ഈ നാട്ടിലെ സാധാരണക്കാരുടെ ഹൃദയത്തെ സ്പർശിക്കാനാകുന്നത് അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നതുകൊണ്ടാണ്.